ഹലോ ആൾ, നമ്മുടെ കഴിഞ്ഞ പാട്ടിലെ ചലഞ്ചിൽ അനീസ് പരാജയപ്പെട്ടെങ്കിലും അപ്പൊ തന്നെ അടുത്ത ചലഞ്ച് പിറവിയെടുത്തു. ഈ ചലഞ്ച് തീരാൻ നേരം അടുത്ത ചലഞ്ച്. അങ്ങനെ എല്ലാവരും പറഞ്ഞു അടുത്ത ചലഞ്ച് സെറ്റായി. സാരഥിയുടെ ഓട്ടം ബിഗ് ഫെലൂടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്. സ്റ്റേഡിയത്തിന് ചുറ്റും 3 റൗണ്ട് പൂർത്തിയാക്കിയ 1000 രൂപ. അതാണ് ചലഞ്ച്. ഓടി തുടങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? അവൻ ഓടുന്ന വേഗത കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു ഒറ്റ റൗണ്ട് കൊണ്ട് ഈ പരിപാടി ഇവിടെ തീരുമെന്ന്. പക്ഷെ നമ്മുടെ ചെക്കൻ പുലിയായിരുന്നു. അവൻ ഒറ്റ റൗണ്ട് അതേ സ്പീഡിൽ ഓടി അടുത്ത റൗണ്ട് തുടങ്ങുകയും ചെയ്തു അതേ സ്പീഡിൽ. ആദ്യത്തെ റൗണ്ട് ഓടി അതേ സ്പീഡിൽ തന്നെ അടുത്ത റൗണ്ട് കൂടുന്ന കണ്ടപ്പോൾ മനസ്സിലായി പണി പാളിയെന്ന്. അപ്പോഴാണ് എല്ലാ എണ്ണത്തിനും മനസ്സിലായത് അവൻ ഈ ചലഞ്ച് തൂക്കുമെന്ന്. അവൻ ജയിക്കുമെന്ന് ഉറപ്പായപ്പോ എന്തായാലും കാശ് കൊടുക്കണമല്ലോ. പക്ഷെ ഒരു കുഴപ്പം, ആരുടെയും കയ്യിൽ കാശില്ല. ഓടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പൈസക്ക് വേണ്ടി ഇവിടെ വഴക്കായി. കാശില്ലാത്തവന്മാർ ഓരോരുത്തരെ വിളിച്ച് അങ്ങനെ കുറേശ്ശായിട്ട് കാശ് സെറ്റാക്കി. എന്തായാലും അങ്ങനെ എല്ലാവർക്കും കാശ് പോയല്ലോ എന്നുള്ളൊരു വിഷമമായി. അങ്ങനെ ആ വിഷമം മാറ്റാൻ അപ്പൊ തന്നെ ഒരു പോംവഴിയും കണ്ടെത്തി. അങ്ങനെ കുറച്ച് പൈസ എടുത്ത് ചെലവാക്കിക്കാൻ വേണ്ടി എല്ലാവരോടും അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ജ്യൂസ് വേണം, വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ഓടി കാലുപോയി അവനെയും പൊക്കിയെടുത്ത് വണ്ടിയിലിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി എല്ലാവരുടെ ഡെയിലി മീറ്റിലേക്ക് വിട്ടു. അങ്ങനെ ഡെയിലി മീറ്റ് ചെന്ന് ഇരുത്തി മിലന് രാജകീയ പരിചരണമായിരുന്നു. പിന്നെ എല്ലാ എണ്ണം കൂടെ ഓർഡർ കൊടുക്കലായിരുന്നു. അപ്പോഴേക്ക് സമയമൊക്കെ 2 മണി കഴിഞ്ഞു. ഓർഡർ കൊടുത്ത സാധനം കിട്ടുന്നവരെ എല്ലാ എണ്ണം കൂടെ സൊറ പറഞ്ഞങ്ങ് കുറച്ച് സമയം എടുത്തിട്ടായാലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്ത സാധനം കിട്ടി. അങ്ങനെ എല്ലാവരും കൂടെ ആസ്വദിച്ച് ജ്യൂസ് കുടിക്കാനും തുടങ്ങി. അങ്ങനെ അതോടുകൂടി പോയ പൈസയുടെ വിഷമം ഒന്ന് മാറിക്കിട്ടി. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചു. അങ്ങനെ ഇനി എല്ലാ എണ്ണം കൂടെ തിരിച്ച് റൂമിലേക്ക്. അപ്പോഴത്തേക്കും വെളുപ്പിന് 3 മണി കഴിഞ്ഞു. ഇനി അപ്പൊ അടുത്തൊരു വീട്ടിൽ കാണാം. അപ്പം ബൈ ബൈ ആൾ.